should I do for you? What can I do for you? ഓക്കെ. How could I help you? എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഐ നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഹൗ മേ ഐ ഹെൽപ്പ് യു? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഓക്കെ, ആ രീതിയിലൊക്കെ പറയാൻ പറ്റും. പല രീതിയിലും ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിലും പറയാൻ പറ്റും. സോ ദിസ് സെന്റൻസ് ക്യാൻ ബി സ്ട്രക്ചർഡ് ഓർ സെയ്ഡ് ലൈക്ക് ഹൗ മേ ഐ ഹെൽപ്പ് യു? ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഓക്കെ, യെസ്. അപ്പൊ പറഞ്ഞ കാര്യം കേൾക്കുന്നില്ല, ഒരാൾക്ക് എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. നിങ്ങൾ അത് ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുമോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കും? സാധാരണ എങ്ങനെ ചോദിക്കാറ്? നിങ്ങൾ അതൊന്നും കൂടെ പറയോ? Can you repeat it? Pardon me. Can you repeat it, please? യെസ്. Let me പാർഡൺ repeat മീ. it, please. യെസ്, പാർഡൺ മീ എന്നുള്ളതിന് രണ്ട് മീനിങ് ഉണ്ട്. ചില ആളുകൾ തെറ്റിദ്ധരിക്കും അല്ലെ. അപ്പം ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയുന്ന ആളാണെങ്കിൽ പാർഡൺ മീ എന്നുള്ളതിന് രണ്ട് മീനിങ് ഉണ്ട്. എന്താണ്? ഒന്ന്, എന്നോട് ക്ഷമിക്കണം. രണ്ട്, ഒന്ന് ആവർത്തിക്കൂ. ഒന്നുകൂടി ആവർത്തിക്കും. ഒന്നും കൂടെ പറയൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ആ രീതിയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ could you please repeat that? Could you please repeat that? അതൊന്നും കൂടെ പറയാമോ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടോ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പൊ അയാൾ പറയാണ്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതെങ്ങനെ പറയും? I can't understand. I can't understand. I don't understand. I don't get it. Okay. I can't understand. I don't I don't understand. I don't understand anything. I don't understand anything. ഇത് പല രീതിയിലും പറയാം അല്ലെ. I don't get your point. I don't get you. Okay. Yes. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? Where are you coming from? Where are you coming from? Yes. Where are you Where are coming you from? നമ്മളൊരാളോട് അദ്ദേഹത്തിന്റെ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് where are you coming from എന്ന് നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത്. അതിന്റെ മീനിങ് നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് നമ്മൾ മലയാളത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ്? നിങ്ങളുടെ നാട് എവിടെയാണ്, അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ. അല്ലാതെ നമ്മൾ ചോദിക്കുന്നത് അവരിപ്പോ എവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്താണ്? അവരുടെ സ്ഥലം എവിടെയെന്നാണ്. അപ്പൊ അതറിയണമെങ്കിൽ where are you from, where are you from, where do you come from, അതാണ് അതിന്റെ ശരിയായിട്ടുള്ളത്. where are you from സംസാരത്തിൽ അങ്ങനെ പറയാം. where do you come from അല്ലെങ്കിൽ where are you from, where are you coming from എന്ന് ചോദിക്കരുത്. അപ്പൊ നിങ്ങള് ഞാൻ ഗുരുവായൂരിൽ നിന്നാണെന്ന് എങ്ങനെ പറയും? ഞാൻ ഗുരുവായൂരിൽ നിന്നാണ്. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം പറയണം കേട്ടോ. ഓക്കെ. where are you from? I'm from Kochi. I'm from Pangalam. ഓക്കെ. ചിലര് ഭയങ്കര ഫാസ്റ്റിൽ സംസാരിക്കും അല്ലെ. എക്സ്പ്രസ് പോകുന്ന പോലെ ആയിരിക്കും അവരുടെ സംസാരം. അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ചിലർക്ക് അതൊരു അങ്ങനെ ആയിരിക്കും അവരുടെ സംസാര രീതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല, അവരുടെ ആ ഫാസ്റ്റ് പെട്ടെന്ന് അവര് സംസാരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അവരോട് പറയാണ്, ഒന്ന് ദയവായി അല്പം പതുക്കെ അല്ലെങ്കിൽ കുറച്ച് പതുക്കെ നിങ്ങൾ സംസാരിക്കാമോ? ആ പതുക്കെ എന്ന് പറഞ്ഞാൽ സൗണ്ട് കുറച്ച് എന്നുള്ള പതുക്കെ എന്നല്ല കേട്ടോ. യെസ്, വേഗത കുറച്ചൊന്ന് സംസാരിക്കാം. എങ്ങനെ പറയും? നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കാമോ? എനിക്ക് പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് വേഗം മനസ്സിലാകുന്നില്ല. ഒന്ന് ഒന്ന് നിങ്ങൾ അല്പം യെസ്. Will you speak slowly? വളരെ പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. Will you please speak slowly? അത് നമുക്ക് എന്ത് ചെയ്യാം? Will you speak slowly വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. യെസ്. Could you please speak slowly? Could you please speak slowly? അങ്ങനെ പറയാം അല്ലെ. പല രീതിയിലും പറയാൻ പറ്റും. യെസ്.
എന്നോട് ക്ഷമിക്കണം, ഞാൻ നേരം വൈകിപ്പോയി. നിങ്ങൾ ഓഫീസിലെത്തിയപ്പോ നേരം വൈകി. ഇപ്പൊ നിങ്ങൾ മാനേജറോട് പറയാണ്, സാറേ എന്നോട് ക്ഷമിക്കണം, ഞാൻ നേരം വൈകിപ്പോയി. എങ്ങനെ പറയും ഈ സാഹചര്യത്തില്? I'm sorry, sir. Sorry for being late. Yes, Sorry, as I'm late. Sorry for being late. Sorry, sir, I'm being late. I'm sorry, sir, being late. I'm a bit late. Sorry for I am very late. Okay. Sorry for being Be- late. All right. Video open ചെയ്തിരുന്നോളൂ ട്ടോ. Yes. Could you please turn on your video? Yes. അപ്പം sorry, I'm sorry, I'm sorry, I'm late. I'm sorry, I'm late. I'm sorry for late. അങ്ങനെയും പറയാം. I'm sorry for being late. Sorry for അങ്ങനെയും late. പറയാം. I'm sorry for Okay. being late. സമയം എത്രയായി? ഇപ്പൊ സമയം എത്രയായി എങ്ങനെ ചോദിക്കും? What സമയം time? എന്താണ്? Now? What time is it now? What What time is it now? What's the Time, time now? please. What's the time now? What's the What's the time now? time now? Okay. Can you tell me the ഇങ്ങനെ- time, please? Yes. ഇങ്ങനെ ചോദിക്കാം. What time is it? What time is it? What time is it? Okay. അപ്പം നിങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി. ആ സ്ഥലം നിങ്ങൾക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏത് ഭാഗത്താണ്, ഇവിടെ എങ്ങോട്ടാണ്, കിഴക്ക് ഏത് ഭാഗത്താണ്, കിഴക്ക് എവിടെയാണ്, കിഴക്ക് എവിടെയാണ് എന്ന് ചോദിക്കും. തെക്ക് വടക്ക് കിഴക്ക് അതാണ് ട്ടോ, ഡയറക്ഷൻ ആണ്. കേക്കല്ലേ? There is the direction of Yes. east. Where is the east? Can you Here. guide me east? There is the east direction. Where is the east direction? Okay. Where is the east? Here. Where is the east direction? Can you Yes, direct east. me towards east? Yes. Okay. പലരും പല രീതിയിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലെ? ശരിയാണ്, പറയുന്നത് ശരിയാണ്. Yes, keep going. Where is the east? Where is the east? അല്ലെ? Okay. East എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഴക്ക്. Alright. അപ്പം എവിടെയാണ് വിമാനത്താവളം എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കപ്പോ? First the Where is the airport. Where is the airport? Where is the airport? Okay. ഇനി നമുക്ക് കുറച്ച് വലിയ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്താലോ? Alright. ബേസിക് സെന്റൻസുകളിൽ നിന്ന് വിട്ട് കുറച്ചും കൂടെ വലിയ സെന്റൻസിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനൊരു സെന്റൻസ് മലയാളത്തിൽ പറയും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ. നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത്, ഓക്കെ, സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ശാന്തമായി തുടരുന്നത് വളരെ പ്രധാനമാണ്. സമ്മർദ്ദത്തിന് കീഴില് ശാന്തമായി തുടരുന്നത് വളരെ പ്രധാനമാണ്. ഈ കാര്യം എങ്ങനെ പറയും നിങ്ങൾ? നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറയാം. ഓക്കെ. യെസ്. When we Now we When are we- in a We depression. are feeling stressed. Keep calm. Keep calm. It's very important to be cool at the stressful time. ഓരോരുത്തർ പറയട്ടെ. ആയിഷ ഒന്ന് പറഞ്ഞു നോക്കൂ. ആയിഷ നേരത്തെ പറഞ്ഞു. യെസ്. ആയിഷ, could you please repeat that? Now we are in depression. Please calm to overcome the situation. Alright. ഇനി വേറെ ആരാ പറയുന്നത്? നജ്മുനീസ I will പറയുന്നുണ്ടോ? try. Important. Can I? ഫർഹ. If Yes, you you feel can. stressed, It's important Farha. to stay calm at stressful situations. Okay. Very good. Next. Okay, ആ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാം? It's very important to remain calm. To stay calm എന്നും പറയാം അല്ലെ? It's very important to remain calm under stressful situation എന്ന് ഫർഹ പറഞ്ഞു. അത് ശരിയാണ്. Under pressure. Okay, അങ്ങനെയും പറയാം. Yes. It's very important to remain calm under pressure അല്ലെങ്കിൽ under stressful situation.
ഓക്കെ. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ച് എൻ്റെ അറിവുകൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ച് എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെങ്ങനെ പറയും? ഇപ്പോ കട്ടാവും, നിങ്ങൾ വീണ്ടും